ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എക്കാലത്തും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണവും നിർണായകവും വിഷയങ്ങളിലൊന്നാണ്. 1948-ൽ ഇസ്രയേൽ രാഷ്ട്രം രൂപീകൃതമായതു മുതൽ പാലസ്തീൻ ജനതയുടെ കുടിയൊഴിപ്പിക്കൽ ഉൾപ്പെടെ ഭൂമി നഷ്ടപ്പെടലും അറബ് ലോകത്ത് വലിയ പ്രതിഷേധങ്ങൾക്കും നിരവധി യുദ്ധങ്ങൾക്കും കാരണമായി. എന്നിരുന്നാലും കാലക്രമേണ ചില അറബ് രാജ്യങ്ങൾ തങ്ങളുടെ നയതന്ത്ര നിലപാടുകളിൽ മാറ്റം വരുത്തുകയും ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഈജിപ്തും ജോർദാനുമായി ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ അറബ് രാജ്യങ്ങൾ ഇതൊരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടു. എന്നാൽ മേഖലയിലെ സംഘർഷങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇതിന് സാധിച്ചില്ല. സമീപകാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ നടന്ന നീക്കങ്ങൾ ഗൾഫ് മേഖലയിൽ ഇസ്രായേൽ ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ വഴിവെച്ചു. അബ്രഹാം കരാറുകൾ എന്നറിയപ്പെടുന്ന ഈ ഉടമ്പടി യുഎഇയും ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ചില അറബ് രാജ്യങ്ങളെ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചു. ഗൾഫ് മേഖലയിൽ നിന്നും ഈ രണ്ട് രാജ്യങ്ങൾ മാത്രമാണ് ഇസ്രയേലുമായി ഔദ്യോഗിക ബന്ധം സ്ഥാപിച്ചത്. ഈ കരാർ മേഖലയിൽ സാമ്പത്തിക നയതന്ത്ര സഹകരണത്തിനുള്ള പുതിയ വാതിൽ തുറക്കുകയാണ്.